നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയോഡലൈറ്റിലെ മെഷർമെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആംഗിൾ. തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാനായി 3 മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തെ മെത്തേഡാണ് ഓർഡിനറി മെത്തേഡ്. രണ്ടാമത്തേത് റിപ്പീറ്റേഷൻ മെത്തേഡ്. മൂന്നാമത്തെ റീട്രേഷൻ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡുകളാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഓർഡിനറി മെത്തേഡ്, റിപ്പീറ്റേഷൻ മെത്തേഡ്, റീട്രേഷൻ മെത്തേഡ്. നമ്മൾ തിയോഡലൈറ്റ് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു, തിയോഡലൈറ്റ് ഉപയോഗിച്ച് 2 തരം, അതായത് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതിലെ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 3 മെത്തേഡുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ മെത്തേഡായ ഓർഡിനറി മെത്തേഡാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓർഡിനറി മെത്തേഡിലെ ഒരു ഫിഗർ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ആംഗിളാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. ഒരു ആംഗിൾ, അതായത് AOB എന്ന് പറയുന്ന ഒരു ആംഗിൾ നമുക്ക് മെഷർ ചെയ്യണം. അതിൻ്റെ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ AB എന്ന് പറയുന്ന ഒരു 2 പോയിൻ്റുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? O എന്ന് പറയുന്ന പോയിൻ്റിൽ നമ്മുടെ തിയോഡലൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് പ്രോസസ്സായ സെറ്റിംഗ് അപ്പ് നമ്മളവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ട്രൈപോഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ട്രൈപോഡ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇൻസ്ട്രുമെൻ്റ് വയ്ക്കുന്നു. ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ O എന്ന് പറയുന്ന പോയിൻ്റിൽ നമ്മൾ സെറ്റിംഗ് അപ്പ് പ്രോസസ്സ് ആദ്യം ചെയ്യും. അതിനുശേഷം ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൽ രണ്ടാമത്തെ പോയിൻ്റ് ഏതായിരുന്നു? സെൻറ്ററിങ്. പ്ലംബ് ബോബി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്ലമ്മറ്റ് ഉപയോഗിച്ചോ നമ്മൾ എന്ത് ചെയ്യും? സെൻറ്ററിങ് നടത്തും. അതിനുശേഷം എന്തു ചെയ്യും? ഫുട്ട് സ്ക്രൂസ് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ലെവലിങ് ചെയ്യും. അതായത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലെവൽ നമ്മൾ കറക്റ്റാക്കും. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യും? നാലാമത് ഫോക്കസിങ് കറക്റ്റ് ചെയ്യും. അപ്പോൾ O എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്ത് നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യണം. ഞാൻ ഈ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരുകൾ എടുത്ത് പറയുന്നത് ആ പേരുകൾ നിങ്ങളുടെ ഉള്ളിൽ അത്രയും ഇതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ആ പേരുകൾ നമ്മൾ മറന്നു പോവില്ല. അപ്പം അതിനാണ് അതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം O എന്ന് പറയുന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻ്റ് ഫിക്സ് ചെയ്ത്, അതായത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ചെയ്തതിന് ശേഷം ഈ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ്, നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എവിടെയായിരിക്കണം? ലെഫ്റ്റ് ഫേസിലായിരിക്കണം ആദ്യം. അതായത് വെർട്ടിക്കൽ സർക്കിൾ എവിടെയായിരിക്കണം? ലെഫ്റ്റിലായിരിക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു, ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഇൻസ്ട്രുമെൻറ്റിൽ 2 പ്ലേറ്റുകളുണ്ട്. ഒന്ന് ലോവർ പ്ലേറ്റും രണ്ടാമത്തേത് അപ്പർ പ്ലേറ്റും. ഇങ്ങനെ 2 പ്ലേറ്റുകളുണ്ട്. ഈ പ്ലേറ്റിൽ നമുക്ക് 2 സ്കെയിലുകളുണ്ട്. അതായത് ലോവർ പ്ലേറ്റിൽ മെയിൻ സ്കെയിലും അപ്പർ പ്ലേറ്റിൽ വെർണിയർ സ്കെയിലുമാണ് ഉള്ളത്. അപ്പോൾ ഈ ലോവർ പ്ലേറ്റിൽ 0 മുതൽ 360 വരെ നമുക്ക് എന്ത് ചെയ്തിരിക്കും? മാർക്ക് ചെയ്തിരിക്കും. പ്ലേറ്റ് ലെവലിൽ നമ്മൾ 20 മിനിറ്റിന് എക്സ്പാൻഡ് ചെയ്തിട്ട്, അതായത് വെർണിയർ പ്ലേറ്റിൽ നമ്മൾ 20 മിനിറ്റിന് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുക. അതായത് നമ്മൾ ഈ സ്കെയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1 സെൻറ്റിമീറ്ററിന്
എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുന്ന പോലെ, അതായത് 10 മില്ലിമീറ്ററായിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന പോലെ തന്നെ ഇതിൽ 20 മിനിറ്റിനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണത്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു മെയിൻ സ്കെയിലിൽ 0 മുതൽ 360 ഡിഗ്രി വരെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് ഇട്ടിട്ടുള്ളത്. അതിനെ നമ്മൾ 1 ഡിഗ്രീനെ 3 ഡിവിഷൻസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കോമ്പസിൽ 2 ആയിരുന്നുവെങ്കിൽ തിയോഡലൈറ്റിൽ 3 ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് 20 മിനിറ്റ് 20 മിനിറ്റ് 20 മിനിറ്റ്, അങ്ങനെ 60 മിനിറ്റ് ആവുമ്പോൾ നമുക്ക് എന്താവും? 1 ഡിഗ്രി ആവും. ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 1 ഡിഗ്രീനെ നമ്മൾ 3 ഡിവിഷൻസ് ആക്കി അതിലെ ഒരു 20 മിനിറ്റിനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ്, സെക്കൻഡുകളാക്കിയിട്ടാണ് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മുകളിൽ, അതായത് വെർണിയർ സ്കെയിലിൽ അപ്പർ പ്ലേറ്റിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 0 മുതൽ 360 ഡിഗ്രി വരെ മെയിൻ സ്കെയിലിലും, അതുപോലെ തന്നെ 0 മുതൽ 20 മിനിറ്റിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ എവിടെയും വെച്ചിട്ടുണ്ട്? വെർണിയർ സ്കെയിലിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ എ വെർണിയറിലും ഒരു 0 ഉണ്ട്, നമ്മുടെ മെയിൻ സ്കെയിലിലും ഒരു 0 ഉണ്ട്. അതായത് അപ്പർ പ്ലേറ്റിലും ലോവർ പ്ലേറ്റിലും നമുക്ക് 0 ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2 0കളെയും ഒരേപോലെ ഒരു ലൈനിൽ കോയിൻസൈഡ് ചെയ്യിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അതിൽ തന്നെ നമുക്ക് ഈ നേരത്തെ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ അപ്പർ പ്ലേറ്റിനും ലോവർ പ്ലേറ്റിനും നമുക്ക് ഓരോ ക്ലാമ്പിംഗ് സ്ക്രൂകളുണ്ട്. നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാതെ ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ലോവർ പ്ലേറ്റും അപ്പർ പ്ലേറ്റും നമ്മൾ ലൂസാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 0 നമ്മൾ സെറ്റ് ചെയ്യും. എ വെർണിയറിലെ 0യും മെയിൻ സ്കെയിലിലെ 0യും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഒരേ ലൈനിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഈ 2 ക്ലാമ്പിംഗ് സ്ക്രൂവും നമ്മൾ എന്ത് ചെയ്യും? ടൈറ്റ് ചെയ്യും. ഇത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഫിക്സ് ചെയ്തു, അതായത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ 0 സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അപ്പർ ക്ലാമ്പ് സ്ക്രൂയും ലോവർ ക്ലാമ്പ് സ്ക്രൂവും ടൈറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് എവിടേക്ക് നോക്കണം? എയിലേക്ക് നോക്കണം. എയിലേക്ക് നോക്കി ബൈസെക്റ്റ് ചെയ്ത് വെക്കണം. എന്നാൽ ഈ എയിൽ എന്തായിരിക്കണം? 0 ആയിരിക്കുകയും വേണം. 0 ചേഞ്ച് ആവാനായിട്ട് പാടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ക്ലാമ്പ് സ്ക്രൂ എന്ത് ചെയ്യുക? തിരിക്കുക, ലൂസാക്കുക. ലോവർ ക്ലാമ്പ് മാത്രം, അപ്പർ ക്ലാമ്പ് ടൈറ്റായിട്ടിരിക്കണം, ലോവർ ക്ലാമ്പ് നമ്മൾ ലൂസാക്കുക. ഇത് ലൂസാക്കിയതിന് ശേഷം നമ്മൾ എയിലേക്ക് ബൈസെക്റ്റ് ചെയ്യുക. എയിലേക്ക്, അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു റേഞ്ചിങ് റോഡ് ഉണ്ടാവും. ആ റേഞ്ചിങ് റോഡിലേക്ക് നമ്മൾ ബൈസെക്റ്റ് ചെയ്യാം. ഇത് ബൈസെക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടെലസ്കോപ്പ് ടൈറ്റാക്കി വയ്ക്കുക. ഇത് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമ്മളതൊന്ന് ചെക്ക് ചെയ്യുക, ഈ പൊസിഷൻ മാറിയിട്ടുണ്ടോ എന്ന്. മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാൻജൻറ്റ് സ്ക്രൂസ് ഉണ്ട്. ടാൻജൻറ്റ് സ്ക്രൂ എന്ന് പറയുന്ന ഒരു സ്ക്രൂ അതിലുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ നമുക്കതിനെ ആക്യുറേറ്റായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഈ ടെലസ്കോപ്പ് ലൂസാക്കാതെ തന്നെ നമുക്കിതിനെ കറക്റ്റായിട്ട് ബൈസെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ എയിലേക്ക് നോക്കി ടെലസ്കോപ്പ് വെച്ചു, കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ 0 മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് അപ്പർ ക്ലാമ്പ് നമ്മൾ ലൂസാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അപ്പർ ക്ലാമ്പ് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ലോവർ ക്ലാമ്പാണ് നമ്മൾ ലൂസാക്കിയിട്ട് നമ്മൾ തിരിച്ചത്. അപ്പോൾ ലോവർ ക്ലാമ്പ് ലൂസാക്കി തിരിച്ചാൽ നമുക്ക് എന്ത് ചേഞ്ച് ആവില്ല? നമ്മുടെ റീഡിങ് ചേഞ്ച് ആവില്ല. അതുകൊണ്ടാണ് അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് വെക്കാനും ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്ത് വെക്കാനും പറഞ്ഞത്. അപ്പോൾ ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്ത് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് തിരിച്ച് നമ്മൾ എവിടേക്ക് ബൈസെക്റ്റ് ചെയ്യും? എയിലേക്ക് നോക്കി ബൈസെക്റ്റ് ചെയ്യും. അത് ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ എങ്ങനെയാണോ 0 സെറ്റ് ചെയ്തത് അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൂസാക്കിയിട്ടുള്ള ലോവർ ക്ലാമ്പ് നമ്മൾ ടൈറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ അപ്പർ ക്ലാമ്പും ലോവർ ക്ലാമ്പും ടൈറ്റാണ്.
ഓക്കെ. അതിനുശേഷം ഇപ്പം നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ എവിടെ ഇരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എയിൽ നമ്മൾ 0 0 സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? വെർട്ടിക്കൽ സർക്കിൾ നമ്മുടെ ലെഫ്റ്റ് ഫേസിലും അതുപോലെ നമ്മുടെ പ്ലേറ്റിൽ അപ്പർ പ്ലേറ്റിലും ലോവർ പ്ലേറ്റിലും 0 0 നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ അടുത്ത പ്രോസസ്സ്. അതായത് നമ്മൾ നേരത്തെ ലോവർ ക്ലാമ്പാണ് ലൂസ് ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്യണം. അപ്പോൾ ലോവർ ക്ലാമ്പ് ടൈറ്റായിരിക്കണം. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബിയിലേക്ക് നോക്കും. ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഡയറക്ഷനിൽ നമ്മൾ എങ്ങോട്ട്? ബിയിലേക്ക് നോക്കും. അതായത് എങ്ങോട്ട്? നമ്മൾ റൈറ്റ് സ്വിങ് ചെയ്യും. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ഫേസ് ലെഫ്റ്റിലാണെങ്കിൽ, അതായത് വെർട്ടിക്കൽ സർക്കിള് ലെഫ്റ്റിലാണെങ്കിൽ നമ്മൾ സ്വിങ് ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. സ്വിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി തിരിക്കുന്നത് റൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ബിയിലേക്ക് നോക്കി ബൈസെക്റ്റ് ചെയ്ത് നമ്മൾ ആ ടെലസ്കോപ്പ് ടൈറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം ടാൻജൻ്റ് സ്ക്രൂ ഉപയോഗിച്ച് എന്തെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ അതിനെ ടൈറ്റാക്കി വെക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ബിയിലേക്ക് നോക്കി എന്ത് ചെയ്തു? ടാൻജൻ്റ് സ്ക്രൂ ഉപയോഗിച്ച് ഒന്നുകൂടെ ആക്യുറേറ്റാക്കി നമ്മളത് ടൈറ്റാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? റീഡിങ് എടുക്കണം. അതിനുശേഷമാണ് നമുക്ക് റീഡിങ് എടുക്കുന്ന പ്രോസസ്സ്. അതായത് നമ്മുടെ 0 0 ചേഞ്ച് ആയിട്ട് AOB എന്ന് പറയുന്ന ആംഗിൾ എത്രയാണോ അതിലേക്ക് ഇത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ റീഡിങ് നമ്മൾ മെയിൻ സ്കെയിലിലും വെർനിയർ സ്കെയിലിലും റീഡിങ്ങുകൾ നമ്മൾ വായിക്കണം. അത് ഡിഗ്രി ഉണ്ടാവും, മിനിറ്റ് ഉണ്ടായിരിക്കാം, സെക്കൻഡ് ഉണ്ടായിരിക്കാം. അത് വായിക്കുന്നതിനൊരു രീതിയുണ്ട്. ആ റീഡിങ് എടുക്കുന്നതിന് നമുക്കൊരു രീതിയുണ്ട്. അത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ഈ സെയിം മെത്തേഡ് നമ്മൾ കോമ്പസ് സർവേയിൽ കൊസൈൻ റൂളും സൈൻ റൂളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അതിൽ പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻക്ലൂഡ് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? വലിയ ആംഗിളിൽ നിന്ന് ചെറിയ ആംഗിൾ കുറച്ചിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ആംഗിൾ കണ്ടുപിടിച്ചത്. ഇതിൽ പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ല. നമുക്ക് ഡയറക്റ്റ് ആംഗിൾ എടുക്കാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ ആംഗിൾ എടുത്ത് ഈ Oയും OBയും അളന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൊസൈൻ റൂൾ ഉപയോഗിച്ചിട്ട് ABയുടെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? മനസ്സിലായോ? പക്ഷേ ഒരു പ്രോസസ്സ് നമുക്ക് കുറവാണ് കോമ്പസിനേക്കാളും. ഇത് കണ്ടുപിടിക്കേണ്ട, ഇൻക്ലൂഡർ ആംഗിൾ നമ്മൾ കുറച്ചിട്ട് കണ്ടുപിടിക്കേണ്ട, ഡയറക്റ്റ് നമുക്ക് ഇൻക്ലൂഡർ ആംഗിൾ ഇതിൽ ലഭിക്കും. ഓക്കെ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, കോമ്പസിനേക്കാളും വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റീഡിങ് എടുക്കാനും സാധിക്കും. അതെടുക്കുന്ന രീതി ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡിനറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ ചെയ്തത്? വെർട്ടിക്കൽ സർക്കിൾ ലെഫ്റ്റ് ഫേസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ വെർട്ടിക്കൽ സർക്കിള് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ സ്വിങ് ചെയ്തിട്ട് ഈ സെയിം പ്രോസസ്സ് റൈറ്റ് സൈഡിലും നമ്മൾ ചെയ്യണം. അതായത് വെർട്ടിക്കൽ സർക്കിൾ റൈറ്റ് സൈഡിലേക്ക് ആക്കിയതിന് ശേഷം ടെലസ്കോപ്പ് 180 ഡിഗ്രിയിൽ ട്രാൻസിറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മുടെ പ്ലേറ്റിൽ 0 0 സെറ്റ് ചെയ്യും. എയെ ബൈസെക്റ്റ് ചെയ്യും. അപ്പർ ക്ലാമ്പ് ലോവർ ക്ലാമ്പ് ടൈറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അപ്പർ ക്ലാമ്പ് മാത്രം നമ്മൾ ലൂസാക്കിയിട്ട് നമ്മൾ ബിയിലേക്ക് നോക്കും. ആ സമയം ലോവർ ക്ലാമ്പ് ടൈറ്റായിരിക്കും. റീഡിങ് ചേഞ്ച് ആവാൻ വേണ്ടി നമ്മൾ അപ്പർ ക്ലാമ്പാണ് നമ്മൾ ലൂസാക്കേണ്ടത്. അപ്പോൾ എയിൽ നമ്മൾ 0 0 സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അപ്പർ ക്ലാമ്പ് ലോവർ ക്ലാമ്പ് ഒക്കെ ടൈറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം അപ്പർ ക്ലാമ്പ് ലൂസാക്കിയിട്ടാണ് നമ്മൾ ബിയെ ബൈസെക്റ്റ് ചെയ്തിട്ട് നമുക്ക് റീഡിങ് നമ്മൾ എടുക്കുന്നത്. ഈ രണ്ട് പ്രോസസ്സും ചെയ്തതിന് ശേഷം, അതായത് ലെഫ്റ്റ് ഫേസും റൈറ്റ് ഫേസും ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ആംഗിൾസ് നമുക്ക് കിട്ടും. ഈ രണ്ട് ആംഗിളിൻ്റെയും ആവറേജ് നമ്മൾ എടുക്കും. അതായത് ഈ രണ്ട് ആംഗിളിനും തമ്മിൽ കൂട്ടി അതിനെ 2 കൊണ്ട് നമ്മൾ ഹരിക്കും. 2 പ്രാവശ്യമല്ലേ ചെയ്തത്? 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണോ നമുക്ക് കിട്ടുന്ന ഇൻക്ലൂഡർ ആംഗിൾ അതായിരിക്കും AOB എന്ന് പറയുന്ന ആംഗിൾ. ഇങ്ങനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഓർഡിനറി മെത്തേഡ് പ്രകാരം ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഈ തിയോഡലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റും
റൈറ്റും നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഏത് മെത്തേഡ് ചെയ്താലും ലെഫ്റ്റ് ഫേസ് മെഷർമെൻറ്റ്സും എടുക്കണം, റൈറ്റ് ഫേസ് മെഷർമെൻറ്റ്സും എടുക്കണം. ഇതിൽ ലെഫ്റ്റ് ഫേസും റൈറ്റ് ഫേസും എടുത്താലും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് നമുക്ക് റീഡിങ്ങുകൾ കിട്ടുക. അത് മൈന്യൂട്ടായിട്ട് വരുന്ന എന്തെങ്കിലും ചെറിയ എററുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഓർഡിനറി മെത്തേഡ് പ്രകാരം ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് റിപ്പീറ്റേഷൻ മെത്തേഡാണ്. ഓക്കെ.